നമ്മളെല്ലാരും നമ്മുടെ ലൈഫിൽ കാണുന്ന റാൻഡം ആൾക്കാരെ നോക്കി നമ്മളെ തന്നെ കമ്പയർ ചെയ്യും. എന്നിട്ട് അവർക്കുള്ള പ്രിവിലേജസ് ആൻഡ് ക്വാളിറ്റീസ് നമുക്കില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു റണ്ണിംഗ് റേസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും ഒക്കെ. ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വേസ്റ്റ് ഓഫ് ടൈം. രണ്ട്, വേസ്റ്റ് ഓഫ് എനർജി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഹൗ ടു സ്റ്റോപ്പ് കമ്പയറിംഗ്. ട്രസ്റ്റ് മീ, കമ്പയറിംഗ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. എല്ലാ മനുഷ്യരും ഒരു വട്ടമെങ്കിലും അവന്റെ ലൈഫിൽ അവനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എപ്പോഴാണ് നമുക്ക് ഹാർംഫുൾ ആവുന്നത് എന്ന് വെച്ചാൽ, ഒരു ലിമിറ്റ് വിട്ട് ഈ ഒരു സംഭവം കൂടുമ്പോഴാണ് നമ്മളുടെ സന്തോഷത്തിന് തന്നെ കെടുത്തി കളയുന്ന ഒരു ഫാക്ടറായിട്ട് ഈ കമ്പാരിസൺ മാറുന്നത്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് ഈ ഒരു ബിഹേവിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, കുഞ്ഞിലെ തൊട്ടേ ഒരു കുട്ടി അയാളുടെ പേരൻസിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഈ ഒരു അവനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേട്ട് വളരുമ്പോ എത്ര വളർന്നാലും അവന്റെ ഉള്ളിലും ഈ ഒരു ബിഹേവിയർ ബിൽഡായിട്ട് വരും. അതായത് അവൻ തന്നെ അവനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമതായിട്ട്, സ്വന്തം എബിലിറ്റീസിൽ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം എബിലിറ്റീസിന് ഡൗട്ട് ചെയ്യുന്ന വ്യക്തികളിലാണ് ഈ പറഞ്ഞ കമ്പാരിസൺ കാണുന്നത്. അതായത് അവർക്കത് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുമോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മുന്നിൽ കാണുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കമ്പാരിസൺ അവരുടെ കൂടപ്പറപ്പ് തന്നെയാണ്. മൂന്നാമതായിട്ട്, ഒരു ലാക്കിംഗ് മെന്റാലിറ്റി. അതായത് അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ആൾക്കാരില്ല എന്റെ കൂടെ നിൽക്കാൻ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല, അങ്ങനെ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ഈ പറയുന്ന കമ്പാരിസൺ ഉണ്ടായിരിക്കാം. കാരണം അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നത് മറ്റുള്ളവരിൽ കാണുമ്പോ ഇവരെന്ത് ചെയ്യും, അവരായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് വീണ്ടും അവർ വിചാരിക്കും എനിക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയുള്ള കാര്യം. ഫോർത്ത് ആയിട്ട്, ഒരു മനുഷ്യന്റെ കമ്പയറിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ കമ്പയറിംഗ് ബിഹേവിയർ കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മളുടെ സ്വന്തം സോഷ്യൽ മീഡിയ. കാരണം നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, അവരുടെയൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ ലൈഫില് അവരുടെ ബെസ്റ്റ് മൊമെന്റ്സ് ആണ് അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ അവരുടെ ബെസ്റ്റ് മൊമെന്റ്സിനെയും നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസിനെയും ആണ് കമ്പയർ ചെയ്തിട്ട് അത്രയും സാഡ് ആയിട്ടും അത്രയും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മൾ സാഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കമ്പയറിംഗ് മെന്റാലിറ്റിനെ കൂട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ്. സോ നമ്മള് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹൗ ടു സ്റ്റോപ്പ് കമ്പാരിസൺ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഫ്രം കമ്പാരിസൺ ടു ഇൻസ്പിറേഷൻ. ഒരാളെ കണ്ടിട്ട് അവള് കൊള്ളാം, അവൾ എന്നെക്കാട്ടി ബെറ്റർ ആണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരടുത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്രി ഒരു കുട്ടിക്ക് കിട്ടിയെന്ന് വിചാരിക്കൂ. അപ്പൊ അവരെങ്ങനെയാണ് അച്ചീവ് ചെയ്തത്, അവരെന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതായത് ജലസിനെ മാറ്റി വെച്ചിട്ട് മാക്സിമം എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. മാത്രല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമാണ് അവർ ചെയ്ത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് പെട്ടെന്ന് തരും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലും അത് മാനിഫെസ്റ്റ് ആവും എന്നുള്ള രീതിയിൽ ചിന്തിക്കൂ. മാക്സിമം ജലസിനെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിമിറ്റ് വരെ ഒരു കമ്പാരിസൺ മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, അതല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു എനർജി ആണെങ്കിലും ആ എനർജി നിങ്ങൾക്ക് സെയിം ഇതുപോലെയുള്ള സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന രീതിയിൽ സെൽഫ് ടോക്ക് ചെയ്യുക. സെക്കൻഡ് ടിപ്പ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ട്രസ്റ്റ് മീ, എന്റെ ലൈഫിൽ കുറച്ചെങ്കിലും മാറ്റം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ടിപ്പാണ് ഈ പറയുന്ന പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫില് എന്നും നടക്കുന്നതിൽ എന്തെങ്കിലും മൂന്നിൽ കൂടുതലോ കാര്യങ്ങൾ, അത് എത്ര സിമ്പിളോ അല്ലെങ്കിൽ സില്ലിയോ അല്ലെങ്കിൽ അത്ര സ്മോൾ ആയിക്കോട്ടെ, പക്ഷെ അതിന് നിങ്ങൾ താങ്ക് യു പറയാം. മേ ബി അത് നിങ്ങൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കാം, വേറെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. 3 കാര്യങ്ങൾക്ക് എന്നും നിങ്ങൾ വിശ്വസിക്കുന്ന എനർജിക്ക് താങ്ക് യു പറയുക. നിങ്ങളുടെ ലൈഫിലുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ലൈഫുമായിട്ട് അലൈൻ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പ്രാക്ടീസ് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്തിരിക്കും. തേർഡ് ആൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇസ് ലിമിറ്റ് സോഷ്യൽ മീഡിയ യൂസേജ്. നമ്മൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പല സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് നമ്മളുടെ തന്നെ ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിന്റെ ലൈഫ് കണ്ട് അവരുടെ ബെസ്റ്റ് മൊമെന്റ്സ് ആൻഡ് നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസ് കമ്പയർ ചെയ്ത് സാഡ് ആയിട്ട് കുറെ സമയം കളയാറുണ്ട്. നടന്ന കാര്യമാണ് എന്റെ ലൈഫില്. എനിവേസ്,
അതിൽ നിന്ന് മാക്സിമം നമ്മളെ തന്നെ മാറ്റാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്ര ക്ലോസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ തന്നെ അൺഫോളോ ചെയ്യാം. ഇനിയിപ്പോ കുറച്ച് ക്ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്തിടാം. എന്ത് നടന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം പീസ്ഫുൾ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർത്ത് ടിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ ടാലന്റിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ സെയിം ലൈഫ് സ്റ്റോറി ഉള്ള വേറെ ഒരു മനുഷ്യൻ പോലും ഈ ഒരു പ്ലാനറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നയോ സമയത്ത് നമ്മളുടെ തന്നെ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഓരോ ഹോബീസോ ടാലന്റ്സോ ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എല്ലാവരും അവരവരുടെ വേസിൽ ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് എല്ലാവരും യുണീക്ക് ആണ്. നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ലൈഫിൽ മാറ്റിവെക്കുക ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഫിഫ്ത് പോയിന്റ്, ടൈമിംഗ് ഇസ് ഡിഫറെന്റ് ഫോർ എവ്രി വൺ. ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കണിക്കൊന്ന പൂവ് അറിയില്ലേ? കാസിയ ഫ്ലവർ. നമ്മുടെ കണിക്കൊന്ന പൂവ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂവുള്ളൂ. പക്ഷെ അതിന് ഡിമാൻഡ് കണ്ടോ? എല്ലാവർക്കും കണി കാണണമെങ്കിൽ, മലയാളികൾക്കാണ് കണി കാണണമെങ്കിൽ കണിക്കൊന്ന പൂവ് മെയിൻ ആണ്. പക്ഷെ അത് കണ്ടിട്ട് മറ്റുള്ള ചെടികൾ ഞങ്ങൾ ഇനി ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂവുള്ളൂ എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഒരു ചെടി വേറൊരു ചെടിയെ കണ്ടിട്ട് ഓ ആ ചെടിയിൽ പൂ വന്നു ഇനിയിപ്പോ എനിക്കും പൂ വേണം എന്ന് വിചാരിച്ച് ഒരു പ്രഷറിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. മനുഷ്യര് മാത്രമാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എനിക്കും വേണം, എനിക്കും ചെയ്യണം, അത് എന്താ എനിക്ക് അങ്ങനെ വരാത്തത് എന്നൊക്കെ ചിന്തിക്കാറുള്ളൂ. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതികളിലും പ്രവൃത്തികളിലും ഷൈൻ ചെയ്യും. ഇനി എന്റെ ഒരു ബോണസ് പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് സാഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈം കളയുന്ന സമയത്ത് നിങ്ങളെ തന്നെ നിങ്ങളായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ഇന്നത്തെ നിങ്ങളും ഒരു വർഷം മുന്നേ ഉള്ള നിങ്ങളെയായിട്ട് കമ്പയർ ചെയ്ത് അത് എത്ര കുഞ്ഞു ചേഞ്ചസ് ആണെങ്കിലും നല്ല ചേഞ്ചസ് ആണെങ്കിൽ സമയമെടുത്ത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. എഴുതിയാകാം, അല്ലെങ്കിൽ കണ്ണാടി നോക്കിയാവാം, എങ്ങനെയാണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റി വെച്ച് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിമ്പിൾ റുട്ടീൻ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കും. നിങ്ങൾക്ക് പല പല വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾക്കുള്ള തുടക്കമായിട്ട് ഒരു സിമ്പിൾ ബിഹേവിയർ വഴി കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യമൊക്കെ പിടികിട്ടിയെന്നും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുക, ഇനി തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഈ പറയുന്ന അൺഫെയർ കമ്പാരിസൺ ചെയ്യില്ല എന്നുള്ളത്. പകരം നിങ്ങളുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട്, ഒരുപാട് ഹാപ്പി ആയിട്ടും പ്രൗഡ് ആയിട്ടും അതിനെയൊക്കെ നോക്കിക്കാണുമെന്നും മറ്റുള്ളവരുടെ ഉയർച്ചയില് ജലസ് തോന്നാതെ അല്ലെങ്കിൽ എൻവി ഫീലിംഗ് തോന്നാതെ നിങ്ങൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും എന്നുള്ളതും മെയിൻ ആയിട്ടും ശ്രദ്ധിച്ചോളുക. നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പൊ നമ്മളുടെ ഹൗ ടു സ്റ്റോപ്പ് കമ്പാരിസൺ എന്നുള്ള ടോപ്പിക് നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ സെൽഫ് ലവ് ക്ലബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് ആയിരുന്നു ഈ ഒരു ഹൗ ടു സ്റ്റോപ്പ് കമ്പാരിസൺ എന്നുള്ള വീഡിയോ. തേർഡ് എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ ഗുഡ് ബൈ. Love yourself a little bit every day. Bye.